സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ സന്തോഷത്തിലാണ് നമ്മൾ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രൈസ്തവരായി നമുക്ക് നൽകിയത് എന്താ? ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വിശ്വാസം തന്നെ. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് തന്നെയും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നു. പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയിലൂടെയുള്ള യേശുവിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യം നിരന്തരം അനുഭവിക്കാനുള്ള ഒരു കൃപ. മാത്രവുമല്ല, നമ്മളും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു ബോധ്യം, ആ ഒരു ഉറപ്പ്. പൗലോസ് ശ്ലീഹ പറയും, യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുമായിരുന്നില്ല. നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. വലിയൊരു പ്രത്യാശയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ഉയർപ്പ് നമുക്ക് തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലുള്ളവർക്ക് എന്താണ് യേശുവിൻ്റെ ഉയർപ്പ് തരുന്നത്? ഒരു പുതിയ വാക്കാണത്, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളൊരു വാക്ക്. ഏത് തകർച്ചയിൽ നിന്നും കരകയറാമെന്നുള്ളൊരു ബോധ്യം. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയർത്തെഴുന്നേൽക്കും, നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് മരണത്തെക്കാളും വലിയ മൂല്യങ്ങളുണ്ട് എന്നുള്ള ഒരു ചിന്ത. ആത്യന്തികമായിട്ടുള്ള നന്മ ജീവനാണ്, ജീവനെ സംരക്ഷിക്കുക എന്നാണെങ്കിലും അതിനേക്കാൾ വലിയ ആദർശങ്ങൾക്ക് വേണ്ടി, അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവനെ നഷ്ടപ്പെടുത്തിയാലും അത് പ്രയോജനകരമാണ്, പ്രത്യേകിച്ച് ഒരു ജനതയ്ക്ക് പ്രയോജനകരമാണ് എന്നുള്ള ഒരു ചിന്ത, ആ ഒരു ബോധ്യമാണ് ലോകത്തിന് ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്തത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയും, ഉയർത്തെഴുന്നേൽക്കും, നമ്മളൊക്കെ ഉയർത്തെഴുന്നേൽക്കും. ദുഷ്ടന്മാർ ദുഷ്ടതയുടെ പ്രതിഫലത്തിനായും നന്മ ചെയ്തവർ നന്മയുടെ പ്രതിഫലത്തിനായും ഉയർത്തെഴുന്നേൽക്കും. യേശു ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഇത്ര ബോധ്യത്തോടുകൂടെ പറയാനുള്ള കാരണം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അത് മാത്രവുമല്ല, പിതാവായ ദൈവവുമായി യേശു ഒന്നാണ്. അവൻ പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. ഈ പിതാവായ ദൈവമായിട്ടുള്ള യേശുവിൻ്റെ ഐക്യം, ഇത് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയും 2 കാര്യങ്ങളിലൂടെയാണ് അവന് ലഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? സൃഷ്ടിയിലുള്ള പങ്കാളിത്തം. സൃഷ്ടിക്കുക എന്ന് പറയുന്ന പിതാവായ ദൈവത്തിൻ്റെ ദൗത്യവും കടമയുമാണ്. പിതാവായ ദൈവം ചെയ്യുന്നതാണ് സൃഷ്ടിക്കുക എന്നുള്ളത്. സൃഷ്ടി പിതാവായ ദൈവത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എല്ലാം ഒറ്റ വാക്കാൽ ദൈവം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ആദിമ പരദീസായിൽ അല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തിൽ, കാലമില്ലാത്ത കാലത്ത് എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചു. ഇതാ ഈശോ പറയും, രണ്ടാമത് വരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഈശോ പറയും, ആദ്യത്തെ സൃഷ്ടി പോലെ തന്നെ ഒരു രണ്ടാമത്തെ സൃഷ്ടി. പിതാവായ ദൈവം എല്ലാവർക്കും ജീവൻ നൽകുന്നത് പോലെ പുത്രനായിട്ടുള്ള ഞാനും ജീവൻ നൽകും. പുത്രനായിട്ടുള്ള ഈശോ നമുക്ക് നൽകുന്ന ജീവൻ, അത് ഉയർപ്പിലൂടെ നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള നിത്യജീവനാണ് ഒന്നാമതായി. രണ്ടാമത്, നമ്മുടെ നിരാശകളിൽ നിന്നും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, ആത്മീയ വരൾച്ചകളിൽ നിന്നും, എല്ലാ ബാധ്യതകളിൽ നിന്നും, നമ്മുടെ ഉള്ളിലുണ്ടാകാവുന്ന എല്ലാ ആന്തരിക വേദനകളിൽ നിന്നുമുള്ള ഒരു പുതിയ സൃഷ്ടി, ആ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ യേശുവിന് സാധിക്കുന്നുള്ളതാണ് ഈശോ പറയുന്നത്. പിതാവ് സൃഷ്ടിക്കുന്നത് പോലെ പുത്രനും ജീവൻ നൽകുന്നു. മരണമുള്ള എല്ലായിടത്തും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും, മരിച്ചുവെന്ന് നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും അവൻ നമുക്ക് ജീവൻ തരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കിയാൽ മതി. നമ്മൾ ആ മരണത്തിൽ നിന്ന്, നമ്മളെപ്പോഴായിരിക്കുന്ന ഒരു തരത്തിലുള്ള നമുക്ക് മരണതുല്യമായിട്ടുള്ള ജീവിതമായിരിക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ കിട്ടും. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കുക എന്നുള്ളത്. രണ്ടാമത് ഈശോ പറയും, പിതാവായിട്ടുള്ള ദൈവം താനും ഒന്നായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരുപോലെ ആയിരിക്കുന്നത് വിധിയുടെ കാര്യത്തിലാണ്. വിധി പിതാവായിട്ടുള്ള ദൈവം ചെയ്യേണ്ട കാര്യമാണ്. വിധിക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശവും അധികാരവുമുള്ളൂ. പക്ഷേ ഈശോ ദൈവമായതുകൊണ്ട് തന്നെ പിതാവായിട്ടുള്ള ദൈവം യേശുവിനെ വിധി ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റൊരവസരത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനും നിങ്ങളെ വിധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങളുടെ പ്രവർത്തികൾ തന്നെയായിരിക്കും നിങ്ങളെ വിധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശു വിധികർത്താവാകുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമുണ്ട്. യേശു തന്നെയല്ല വിധിക്കുന്നത്, പിന്നെയോ
വിധിക്കുന്നത് നമ്മളാണ് നമ്മളെ വിധിക്കുന്നത്. യേശു വിധികർത്താവായതുകൊണ്ട് നമുക്കുള്ള മെച്ചം എന്താണ്? അവൻ നമ്മളെപ്പോലെ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് മരിച്ചവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. വിശക്കുന്നതിനുള്ള പ്രലോഭനം, വിശപ്പിൻ്റെ പ്രലോഭനം, വികാരം യേശുവിനുണ്ടായിരുന്നു. അധികാരം ലഭിക്കണമെന്നുള്ള ആഗ്രഹം യേശുവിൻ്റെ ഉള്ളിൽ പിശാച് കുത്തിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിശാച് അവനെ എല്ലാത്തിൻ്റെയും അധികാരിയാക്കാനായിട്ട് അധാർമികമായി പ്രവർത്തിക്കാൻ, ദൈവത്തെ മറക്കാൻ പിശാച് അവനെ നിർബന്ധിച്ചിട്ടുണ്ട്. പ്രലോഭനങ്ങളിലൂടെ, എല്ലാ പ്രലോഭനങ്ങളിലൂടെയും അവൻ കടന്നുപോയി. അവന് ശരീരം ഉണ്ടായിരുന്നു, അവന് മനസ്സുണ്ടായിരുന്നു, അവന് ബുദ്ധി ഉണ്ടായിരുന്നു, രക്തവും മാംസവും ഉണ്ടായിരുന്നു, അസ്ഥി ഉണ്ടായിരുന്നു. ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും അവനുണ്ടായിരുന്നു. വേദനയിൽ അവൻ കണ്ണുനീർ പൊഴിച്ചു. അവൻ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയും ആളുകളെ കൂടെ നിർത്തുകയും ചെയ്തു. ആളുകളോടൊപ്പം കരയുന്നുണ്ട് യേശു. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വിചാരങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും കടന്നുപോയി. പക്ഷെ അവൻ തെറ്റിന് മാത്രം അടിമപ്പെട്ടില്ല. അങ്ങനെയുള്ള യേശു നമ്മുടെ വിധികർത്താവാകുമ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തിരിച്ചറിയാനും മാനുഷികമായിട്ടുള്ള തരത്തിൽ അനുകമ്പയോടുകൂടെ വിധിക്കാനും അവന് കഴിയുമെന്നുള്ളതാണ് യേശു വിധികർത്താവാകുമ്പോഴുള്ള പ്രത്യേകത. അതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയും ഒക്കെ ജീവിതം ഇങ്ങനെ കർത്താവിനോട് കൂടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതാണ് എങ്കിൽ വിധി ദിവസത്തിൽ നമ്മൾ നീതിമാന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന നന്മയുടെ പ്രതിഫലത്തിനായിട്ട് നമ്മൾ പുറത്തു വരും. നമ്മൾ പുറത്തു വരേണ്ടത് നന്മയുടെ പ്രതിഫലത്തിനായിട്ട് തന്നെ ആയിരിക്കണ്ടേ. നമ്മുടേത് തീർച്ചയായിട്ടും ഒരു യുദ്ധം തന്നെയാണ് ഇവിടെയുള്ളത്. കളകളുടെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്, കള ലോകത്തിലുണ്ട്. ശത്രു വന്ന് കള വിതച്ചിട്ട് കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദൈവം ഈ കളയും വിളവോടുകൂടെ വളരാൻ അനുവദിക്കുന്നുണ്ട്. അതിന് കാരണം ഈ കളകളോട് യുദ്ധം ചെയ്തിട്ട് വേണം ദൈവവചനം, വിശുദ്ധ കുർബാനയും കർത്താവിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യത്തിലുള്ള വിശ്വാസവും ആയുധങ്ങളായി കളയുടെ മുകളിൽ വിളവായിട്ടുള്ള നമ്മൾ വിജയം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. എല്ലാ തിന്മകളും ഒഴിവാക്കിയിട്ടൊന്നും നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്നു പോയിട്ട് നമുക്ക് നന്മ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളോടൊപ്പം തന്നെ തിന്മയും വളരുന്നുണ്ട്. ലോകത്തിൽ തിന്മയുണ്ട്. ദൈവത്തിനറിയാൻ തിന്മയുണ്ടെന്നുള്ളത്. ദൈവം തന്നെ ഈ തിന്മയെ, യേശു തന്നെ തിന്മയെ അതിജീവിക്കാനുള്ള വഴികളും നമുക്കറിയാം. ദൈവത്തിൻ്റെ കീഴിലാണ് തിന്മ. പക്ഷേ നമുക്കുചിതമായിട്ടുള്ള പ്രതിഫലം, നമ്മൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്ന പ്രതിഫലമാണ് നമുക്ക് അർഹതപ്പെട്ട പ്രതിഫലം. ഈ പ്രതിഫലം കിട്ടുന്നതിനായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ, നമ്മളെപ്പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയവനാണ് നമ്മളെ വിധിക്കാനുള്ളത് എന്നുള്ള ആ ഒരു വലിയ ആശ്വസിപ്പിക്കുന്ന ചിന്തയോടുകൂടെ നമുക്കും നന്മയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനും അന്ത്യവിധി ദിവസത്തിൽ നീതിയുടെ പ്രതിഫലത്തിന്, നന്മയുടെ കിരീടത്തിനായി ഉയർത്തെഴുന്നേൽക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.